16 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലെ ദുരനുഭവങ്ങൾക്കും പിന്നാലെ 12 വർഷത്തെ ജയിൽവാസത്തിന്റെ വേദനകളും തുറന്നു പറഞ്ഞ് എഴുത്തുകാരി ലിസി റോസക്കുട്ടി. ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് ലിസി ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത്. ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത എഴുത്തുകാരി ലിസി റോസക്കുട്ടിയുടെ വാക്കുകൾ സദസ്സിനെ കണ്ണീരിലാഴ്ത്തി. ജീവിതത്തിൽ അനുഭവിക്കാനുള്ള കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞുവെന്നും ഇനി 90 വയസ്സുള്ള അമ്മയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും ലിസി പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കൂട്ട് ജയിൽ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. ഒത്തിരി ആർക്കും അതിനുള്ളിൽ അനുഭവിക്കാൻ കഴിയുന്നതിലും അപ്പുറം അനുഭവിച്ചിട്ടുള്ളവരാണ് അല്ലേ. ജയിലിൽ ഒരു ദിവസമെങ്കിലും കിടന്നപ്പോൾ അനുഭവിച്ചില്ലേ, എത്രമാത്രം മാനസികമായിട്ട് വേദനിച്ചു. ഞാൻ 12 വർഷത്തോളം ആ മാനസികാവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ്. വീട്ടിലൊരു അമ്മ, പ്രായമായ അമ്മ, ഇപ്പൊ 90 വയസ്സിൽ മേലെയായി. ആ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഞാൻ ജയിലിൽ പോയത്. പിന്നെ ഞാൻ എന്തിനാണ് ജയിലിൽ പോയത് എന്നുള്ളത് എനിക്ക് ഇന്നും അജ്ഞാതമാണ്. ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും ഉപയോഗിച്ചിട്ടില്ലാത്തതുമായ മയക്കുമരുന്ന് കേസിൽ വഞ്ചിക്കപ്പെട്ട് ജീവിതത്തിലെ വിലപ്പെട്ട 12 വർഷം ജയിലിൽ കഴിയേണ്ടി വന്നുവെന്ന് അവർ പറഞ്ഞു. ജയിൽ ഒരു നരകമാണെന്നും കണ്ണുനീരും നെടുവീർപ്പുകളും നിറഞ്ഞ സത്യവും നീതിയും പുലരാത്ത ഇടമാണെന്നും ലിസി റോസക്കുട്ടി അനുഭവങ്ങൾ വിവരിച്ചു. അസുഖബാധിതയായ അമ്മയെ കാണാൻ അനുവദിച്ചിരുന്ന പരോൾ അവസാന നിമിഷം മറ്റൊരു തടവുകാരിക്ക് നൽകിയതും അതേക്കുറിച്ച് ചോദിച്ചതിന് ജയിൽ അസംബ്ലിയിൽ അപമാനിക്കപ്പെട്ടതടക്കമുള്ള അനുഭവങ്ങൾ 2 മണിക്കൂറിലേറെ നീണ്ട സംവാദത്തിൽ അവർ പങ്കുവച്ചു. പരിപാടിയിൽ NH സംസംഗ്, UT പ്രേംനാഥ്, M ബിജുകുമാർ, ബിന്ദു രാജു, ഗിരിജ രാധാകൃഷ്ണൻ, ശ്രീരഞ്ജിനി, ഫ്ലവർ, നെജു ഇസ്മയിൽ, AS സുഹ്ര എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.